തൊപ്പിയും തലയിക്കെട്ടുമായിട്ട് ക്ലാസ്സിന് പോകുന്നത് അവന് തീരെ അരോചകമായിട്ട് തോന്നിയില്ല. അവൻ അനുകരിച്ചു കുറെ ആളുകൾ. അതിന്റെ അത്തിരി അപ്പുറം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഈ വേദി ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. SSF-ലൂടെ വളർന്നതിന്റെ ഫലം അതിനാണ് ഈ സാഹിത്യോത്സവം. ഇത്തിരി ചെലവുണ്ടാകും. പിരിവിനൊക്കെ കുട്ടികൾ വരും, SSF-ന്റെ കുട്ടികൾ. അവഗണിക്കാൻ പാടില്ല. നമ്മൾ കൊണ്ടുപോകണം ആ കുട്ടികളെ പിരിവിന് പറ്റുന്നിടത്തേക്ക്. നമ്മുടെ മക്കളുമായി ആ സാഹിത്യോത്സവത്തിലേക്ക് പോകണം. ഞാൻ പറയുന്നത് ഒരു വ്യക്തിനിഷ്ടാവുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിലൊരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത്ര ചെറുതല്ലാത്ത. അതിൻ്റെ തിരക്കിനിടയിലും എൻ്റെ ഓരോ മക്കളെയും കൊണ്ട് ഞാൻ പലവട്ടം 4 കിലോമീറ്റർ ഓടിച്ച് അവരുടെ സാഹിത്യോത്സവത്തിന്റെ മത്സരത്തിന്റെ സമയം നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടേയിരുന്നു. എൻ്റെ വലിയ ജ്യേഷ്ഠനൊക്കെ പറഞ്ഞു, ഇന്ന് തന്നെ നീ ഇതിന് നിൽക്കണമെന്ന്. അന്നേ അതുണ്ടാവുള്ളൂ, അതിന് പോയിരിക്കണം. കാരണം നല്ലൊരു പ്രഭാഷണത്തിലൂടെ കുഞ്ഞുമക്കളെ ഇതിലേക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നില്ല. പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വരും, കഥ പറച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ വരും. ആ കഥ പറച്ചിൽ മാത്രമല്ല, അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ അവർ കേൾക്കണം, ഉസ്താദുമാർ അവർ കാണണം, അവിടെയുള്ള നല്ല നല്ല സാധാരണക്കാരാവുന്ന ആചാര്യന്മാരെയും പ്രവർത്തകരെയും അവർ കാണണം. അവരുടെ മനസ്സിൽ ഇത്തരം